ഹലോ ഗേയ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്നെ തന്നെ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എന്തിന് ഏതിന് എന്നുള്ളൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊന്നും മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ എപ്പോഴും ഞാൻ വീഡിയോ ഒന്നും ഇടൂല കേട്ടോ, അത് വേറെ കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മടിയുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ സറൗണ്ട്സ് അത്ര ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ വീഡിയോസൊന്നും എപ്പോഴും വരില്ല. പക്ഷേ അത്ര നല്ല ക്ലാരിറ്റി വീഡിയോസൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിലൊക്കെ എടുക്കുന്ന ക്ലാരിറ്റിയും ക്ലിയറൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഞാൻ ഇടുന്ന വീഡിയോയിലെ കണ്ടൻറ്റ് സത്യാവസ്ഥ ആയിരിക്കണമെന്നല്ല, ആയിരിക്കും. അതായത് എന്നെ കൊണ്ട് പറ്റണതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് വീഡിയോ എടുക്കുള്ളൂ, അത് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്, എൻ്റെ പേര് റൈസ, എൻ്റെ നാട് കേരള, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട. ഓക്കെ, അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരിയാണ്. അതിപ്പോൾ നമ്മൾ പറയുന്നേ വേണ്ട, ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും എല്ലാവരും ചോദിക്കും, തൃശ്ശൂരാണല്ലേ എന്നുള്ളത്. അതെ, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. എനിക്ക് ഫസ്റ്റൊക്കെ, അതായത് ഞാനിപ്പോൾ UAE ലൈഫിൽ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു നാണക്കേടും കളിയാക്കലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് എനിക്കൊരു പ്രൗഡ് പോലെയാണ്, തൃശ്ശൂർക്കാരി എന്നല്ലേ എന്നുള്ളത്. അതെ, തൃശ്ശൂർക്കാരിയാണ്, ഇരിങ്ങാലക്കുടക്കാരിയാണ്. ഇരിങ്ങാലക്കുടക്കാരി എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് പേരെ, ഇന്നസെൻറ്റിൻ്റെ നാട്ടുകാരി എന്നുള്ളത്. അങ്ങനെ ഞാനുള്ളത് UAE അബുദാബി അലൈനിലാണ് ജോലിയായിട്ട് ബാച്ചിലറിൽ താമസിക്കുന്നത്, കമ്പനി അക്കോമഡേഷനിൽ. ഫാമിലിയായിട്ട് ഉമ്മ പിന്നെ വാപ്പ 5-6 വർഷമാവണം മരിച്ചിട്ട്. പിന്നെ എനിക്കൊരു ഇത്തേനുള്ളത്. പിന്നെ ഉള്ളത് എനിക്ക് 2 മക്കൾ ഉമ്മയുടെ കൂടെ നാട്ടിൽ. അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ ഞാൻ 2017 ഓഗസ്റ്റ് 30 ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു യൂട്യൂബാണ് എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ യൂസാക്കിക്കൊണ്ടിരിക്കുന്നത്. 2019 ഓഗസ്റ്റൊക്കെ സമയത്താണ് ഞാനിത് യൂട്യൂബ് ചാനൽ, കറക്റ്റ് എനിക്ക് ഇയർ ഓർമ്മയില്ല, ഒരു ഓഗസ്റ്റ് മന്തിലാണ് എനിക്ക് തുടങ്ങിയതെന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം കൊറോണ തുടങ്ങിയ വർഷം ഞാൻ എൻ്റെ വീട്ടിൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കല്ലേ, എനിക്ക് മൊബൈലിൽ എഡിറ്റ് ചെയ്യാനും പാട്ടൊക്കെ കേൾക്കാനും പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളതാണ്. അപ്പം പറഞ്ഞ പോലെ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ മുഷിഞ്ഞ് ഈ ചക്കവട്ടി ഉപ്പേരുണ്ടാക്കലും അതുണ്ടാക്കലും ഇതുണ്ടാക്കലൊക്കെ ആയിട്ട്. അപ്പം ഞാൻ എൻ്റെ തതയുടെ അടുത്ത് എപ്പോഴും പറയും, വേണ്ടി എന്തിനുണ്ട് എനിക്കൊന്ന് വീഡിയോ എടുത്തൊന്ന് സഹായിക്കണേ. അപ്പോൾ നമുക്ക് ഇത്രയും ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല, ഇത്രക്ക് അങ്ങോട്ട് അതായത് പബ്ലിസിറ്റി ഒന്നും ആയിട്ടില്ല. എന്നിട്ട് പറയാ ട്രൈപോഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരാളില്ല സഹായിക്കാൻ. അപ്പം എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പം എൻ്റെ വീട് കുറേ വർഷങ്ങളായിട്ട് പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. എൻ്റെ മോളെ പ്രായമുണ്ട്, എൻ്റെ മോൾക്ക് ഇപ്പോൾ 14 വയസ്സായി. അപ്പോൾ ഒരു 13 വർഷമായിട്ടുണ്ടാവും എൻ്റെ വീട് പെയിൻ്റ് അടിച്ചിട്ട്. അപ്പം അന്ന് ഏകദേശം ഒരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷമായില്ലേ. അപ്പം അത്രയും വർഷം പഴക്കം എത്തിയിട്ടുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ. അപ്പം പിന്നെ കിച്ചൻ്റെ ആ ഒരു ഏരിയയിലുള്ള ജനാലൊക്കെ ഒന്നും വലിയ ഒരു ഭംഗിയില്ല കാണാൻ. അപ്പം തന്നെ അടുത്ത് പറഞ്ഞെന്നെ കളിയാക്കി, ആദ്യം നീ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ. അപ്പം അതൊക്കെ വൃത്തിയാക്കി വരുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും കൊറോണ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിസിയായി, ജോലിക്കൊക്കെ പോകാനൊക്കെ തുടങ്ങി. പിന്നെ ഒരു മൈൻഡൊക്കെ വിട്ട്. അങ്ങനെ പിന്നെ ഓഗസ്റ്റ് ആയപ്പോഴും വീണ്ടും എനിക്ക് എന്നൊരു ആഗ്രഹം, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഞാൻ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് വീഡിയോ എടുത്തുകൂടാ എന്നുള്ളതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാർട്ടായി. അങ്ങനെ വീഡിയോ എടുത്ത് ഫസ്റ്റ് എൻ്റെ ഒരു പോസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയ കുഴിമന്തി. പക്ഷെ ആ കുഴിമന്തി ഇപ്പോഴും റണ്ണിങ് ആണ്. ആ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ വലിയ ക്ലിയറോ ക്ലാരിറ്റിയോ എൻ്റെ വോയിസൊന്നും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാന്ന് നമുക്ക് ഇത്ര പേർക്കും എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. നമ്മുടെ മൊബൈൽ സാധാരണ ഒരു കുഞ്ഞു മൊബൈലാണ്. പിന്നെ ഒരു മൊബൈൽ മാത്രമാണ് ഞാൻ യൂസ് ആക്കണത്. ഇപ്പം ഞാനിവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒരു സിമ്മുണ്ട്, നാട്ടിലൊരു സിമ്മുണ്ട്. നാട്ടിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് 2 സിം ഉണ്ടായിരുന്നു. പക്ഷേ ആ ജീവിത സാഹചര്യത്തിൽ ഞാൻ കടന്നിങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ ആ സിം അങ്ങോട്ട് ഒഴിവാക്കി. ഞാൻ ഒരു സിമ്മാണ് യൂസ് ആക്കണത്. ആ സിം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് ഞാൻ യൂസ് ആക്കാറില്ല. എന്തിനാ നമുക്ക് 2 സിമ്മും 3 സിമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും മതി. നമുക്ക് എവിടെ വേണമെങ്കിലും പോകണോണ്ടും വരണോണ്ടും ഒന്നും കുഴപ്പമില്ല.
അപ്പം സിമ്മിൻ്റെ കാര്യം അങ്ങനെ. അപ്പം ഈ ഒരു മൊബൈലിലാണ് ഞാൻ യൂസ് ആക്കണതും വീഡിയോ എടുക്കണതും എഡിറ്റ് ചെയ്യണതും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കറിയണ പോലെയല്ലേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലാണ്ട് ഇപ്പം AI പോലൊന്നും നമുക്കിപ്പോൾ ചെയ്ത് കാണിച്ച് AI ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഫേസ്ബുക്കൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു തമാശ. പക്ഷേ യൂട്യൂബിലൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കണ്ടുവരുന്നവർ, പിന്നെ AI വെച്ച് ചെയ്യണ വീഡിയോകൾ കാണാൻ പോണവർക്ക് നമ്മൾ ചെയ്യണതും വലിയ തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, ഒരു വീഡിയോ ഇട്ട് 2 വീഡിയോ ഇട്ട് സബ്സ്ക്രൈബറൊക്കെ ആക്കിയെടുക്കും. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ നാണക്കേടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടുക്കണ ജോലിക്ക് അതിൻ്റേതായൊരു പ്രൗഡുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന അന്നത്തെ ഞാൻ ഓൾറെഡി അക്കൗണ്ടൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ തന്നെ എനിക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ മുഷിഞ്ഞിരിക്കുന്നതൊന്നും തീരെ എനിക്കിഷ്ടമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യണത്. ജോലി വേണം, കാശ് വേണം, ഓക്കെ. അത് ഞാൻ മന്ദസായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. റബ്ബേ, ഞാൻ കുറേ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് 33 വയസ്സായി. ഈ 33 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ കഷ്ടപ്പെട്ട് ക്ഷമയോടുകൂടിയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്കൊരു പേരായി, അവള് സാമർത്ഥ്യക്കാരത്തി, അവള് അങ്ങനെയുള്ള ഒരു ഇതായി, അതൊന്നും നോ പ്രോബ്ലം. പക്ഷെ എനിക്ക് കല്ലുവലിന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആ ഒരു വേർഡേ ഞാൻ യൂസ് ആക്കാറില്ല. പക്ഷെ നമ്മളെ ജീവിതത്തിൽ കടന്നു പോണ സാഹചര്യങ്ങൾ ആ കടന്നു പോണ വ്യക്തിക്ക് മാത്രമല്ല അറിയുള്ളൂ. അത് മറ്റുള്ളവർ നമ്മൾ എത്രത്തോളം ബോധ്യപ്പെടുത്താൻ പറ്റും. സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും പോലും നമുക്ക് ബോധ്യപ്പെടുത്തി ജീവിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പം. പക്ഷെ അതും പറഞ്ഞാൽ എൻ്റെ ഉമ്മാനോടും വാപ്പാനോടും എനിക്ക് സ്നേഹമില്ലായൊന്നുമില്ല കേട്ടോ. എൻ്റെ സ്വർഗമാണ് അവർ. എൻ്റെ ഉമ്മില്ലാന്ന് എനിക്ക് ജീവിതമില്ല. എൻ്റെ വാപ്പാടെ ജന്നാത്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഇമോഷണലായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും എത്രത്തോളം ഉൾക്കൊള്ളുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് യൂട്യൂബാണ്, ഇത് പബ്ലിക് ചാനലാണ്. അങ്ങനെ 2018 19 18 എനിക്കൊരു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 2021 കടന്നിട്ടില്ല. 21 എൻ്റെ ഉപ്പ മരിക്കണത്. 20 ഒരു കൊറോണ സ്റ്റേജിലുള്ള ഒരു വലിയ പെരുന്നാളിൻ്റെ ഒരു വീഡിയോയിലൊക്കെ എൻ്റെ വാപ്പയായിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ എനിക്കിത് സബ്സ്ക്രൈബൊന്നും ആവണില്ല. പിന്നെ യൂട്യൂബ് വാച്ച് അവർ തീരെ കയറണില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ തന്നെ പിന്നെ എന്തൊട്ടാണ് അപ്പോഴൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. എങ്ങനെയെങ്കിലും ഒരാഴ്ച 3 വീഡിയോ 2 വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും കറക്റ്റ് ക്ലിയർ ഒന്നും ഇല്ലാത്ത കാരണം വീഡിയോസൊക്കെ ലെങ്ത്തൊക്കെ കുറവാണ്. അപ്പോൾ എത്ര 20 മിനിറ്റിന് വീഡിയോ ഒക്കെ എടുത്താലും എഡിറ്റൊക്കെ ചെയ്ത് തരുമ്പോൾ അത് ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആയിട്ട് മാറും. പക്ഷെ എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പക്ഷെ എൻ്റെ ഉമ്മക്ക് ഞാൻ റീൽസ് എടുത്ത് ഒരു ഇങ്ങനെ കോമാളി കെട്ടിയിട്ടുള്ള വീഡിയോസൊന്നും ഉമ്മക്ക് ഇഷ്ടമല്ല. പക്ഷേ കുക്കിംഗ് ഉണ്ടാക്കണ വീഡിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ സപ്പോർട്ടുണ്ട്. പക്ഷെ ഉമ്മക്ക് ഫ്രണ്ട് ഓഫ് വരുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ഉമ്മ സഹായിക്കും. എൻ്റെ ഉമ്മയുടെ കൈയൊക്കെ അതിൽ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ആ ഉമ്മ നല്ല സപ്പോർട്ടല്ലേ? അതെ, എൻ്റെ ഉമ്മ സപ്പോർട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിനല്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ. ഇതിപ്പോൾ ഒരാൾ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ലോകത്തിപ്പം യൂട്യൂബ് ചാനൽ കൊണ്ട് ജീവിക്കണവർ മാത്രമായിട്ട് ചുരുങ്ങിയ ഒരു കാലമായിക്കൊണ്ടിരിക്കണം. അപ്പം എൻ്റെ ഉമ്മ അത്യാവശ്യം നന്നായിട്ട് സഹായിക്കും. എൻ്റെ ഇത്തനുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. എൻ്റെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എപ്പോഴും എനിക്കിങ്ങനെ ഉണ്ട്. യൂട്യൂബ് ചാനലിൽ സ്റ്റോറി എനിക്ക് പറയണം എന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലിന് പേര് കണ്ടെത്തി തന്നത് എൻ്റെ ഇത്തയാണ്, ഡ്രീംസ് ഓഫ് റൈസ് ആണുള്ളത്. അത് സത്യമായിട്ട് ഞാനിങ്ങനെ കടന്നു പോണ ജീവിതത്തിൽ ആ ഒരു വേർഡ് സത്യമാണ്. ഡ്രീംസ് ഓഫ് റൈസായിട്ട് സ്വപ്നങ്ങൾ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പേര് അങ്ങനെയായി. പിന്നെ എപ്പോഴും ഞാൻ ഐക്കണൊക്കെ മാറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ ഏറ്റവും അവസാനം അവൾ പറഞ്ഞു, നീ എന്തായാലും ഒരു പേരും സ്ഥിരം വെക്ക്, ഒരു ഐക്കണും സ്ഥിരം വെക്ക്. അവൾ എന്നെ സെലക്ട് ചെയ്തെന്നാണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ജാതി മരങ്ങൾ ഇങ്ങനെ 3 ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീടോട് കൂടിയിട്ടുള്ള ആ ഒരു ഫോട്ടോ ആയിട്ടാണ് ഞാൻ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആ ഐക്കൺ ഞാൻ അങ്ങോട്ട് സ്ഥിരമാക്കി. അങ്ങനെ പിന്നെ ഞാൻ നാട്ടിൽ അക്കൗണ്ട്സിൽ പവിത്രയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പോണതും വരുന്നതും അതൊക്കെ വീഡിയോസൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ UAE വന്ന് പിന്നെ ഇവിടെ വന്ന് ജോലിയൊക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ കമ്പനി അക്കോമഡേഷനിലിരുന്ന് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് പിന്നെ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ പഴയതൊക്കെ ഒരുപാട് ഞാൻ ഡിലീറ്റ് ആക്കിയാലും എനിക്ക് ഒരുപാട് വിഷമമുള്ളത് ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് അബുദാബിയിൽ പോയിട്ട് 2 ദിവസം താമസിച്ച വീഡിയോ ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തതാണ്. എനിക്കിപ്പോൾ ഇപ്പോഴും ഭയങ്കര വിഷമമുണ്ട്. എന്തിനാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. കുറേ വ്യൂസൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വീഡിയോ ഒക്കെ ഒരു മെമ്മറി ആയിരുന്നു എനിക്ക്. പിന്നെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് കയറി വന്നതാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് പോയാലും എനിക്ക് വിഷമമില്ല. പക്ഷെ അതിങ്ങനെ പറഞ്ഞത് ഞാൻ
മ്യൂസിക് ഇട്ടിട്ട് ഭയങ്കര മ്യൂസിക് കൂടിയിട്ട് അത് കേൾക്കാനൊന്നും മര്യാദക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ആ മ്യൂസിക് ഉണ്ടായത് തന്നെയാണ് നല്ലത്. ആരെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ ജീവിതത്തിൽ കടന്നുപോയ വിഷമങ്ങൾ മാത്രമേ നമ്മൾ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ ഒരാളുമില്ല. പക്ഷെ ഞാൻ കടന്നു പോയ വിഷമങ്ങൾ ഞാൻ തുറന്നു പറയാതിരിക്കാറില്ല. ആൾക്കാരെ മനുഷ്യനാക്കിയിട്ടില്ലെങ്കിലും ഞാൻ തുറന്നു പറയും. മനുഷ്യനാക്കാതെ തന്നെ പറയുമ്പോഴും അവർക്ക് മനസ്സിലാവും ഞാനാണ് അവൾക്ക് അങ്ങനെ ചെയ്തതെന്നുള്ളത്. അങ്ങനെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ അതിൻ്റെ ഇടയിൽ കൂടി കടന്നുപോയി. പക്ഷെ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ല കേട്ടാ. ഞാൻ ഒറ്റപ്പെട്ട സമയത്തോടുകൂടി തന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ എൻ്റെ പിന്നെ ഞാൻ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പറഞ്ഞ കഥയിൽ ചെറുതായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളൊരു ഇതായിരുന്നു. ഫസ്റ്റ് ഒക്കെ കണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കുറേ ആയില്ലേ, ഇപ്പം ഏകദേശം എത്ര വർഷമായി? 6 വർഷം മേലെ ആയിട്ടുണ്ട്. എൻ്റെ വാപ്പ മരിച്ചിട്ട് തന്നെ 6 വർഷം ആവണം. അതൊക്കെ മേലെ ആയിട്ടുണ്ട് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ടായിട്ട്. പക്ഷെ ഇതുവരെയും ഇപ്പോഴും എനിക്ക് മോണിറ്റൈസേഷൻ ആവുന്നുള്ളതോ വ്യൂസ് കയറുന്നുള്ളതോ ഒന്നും എനിക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അതായത് എനിക്ക് നമ്മൾ അത് വിട്ട് തീർന്ന്. ഇപ്പം എനിക്ക് സാഹചര്യം ഇല്ല കിച്ചണിൽ കുക്കാക്കണ വീഡിയോ എടുക്കാനോ പുറത്ത് പോകണ വീഡിയോ എടുക്കാനോ. പക്ഷെ ഇവിടെ ഇപ്പോൾ അത്രയ്ക്കും കൂടി റെസ്ട്രിക്ഷൻസ്, അതായത് മോണിറ്റൈസ്ഡ് അല്ലാത്ത യൂട്യൂബ് ചാനലിന് ലൈസൻസ് വേണമെന്നില്ല. നമുക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ വീഡിയോ ഇടണവർക്ക് വേണമെന്നില്ല വീട്ടിലിരുന്ന് കുക്കിംഗ് ഇതൊക്കെ. പക്ഷേ മോണിറ്റൈസ്ഡ് ആയ ചാനലിന് ലൈസൻസ് വേണമെന്ന് നിർബന്ധമാണ്. പിന്നെ ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ അതുക്കും ലൈസൻസ് നിർബന്ധമാണെന്നുള്ളതാണ്. ഇപ്പം നമ്മളും ഇതിനെ കുറിച്ച് പഠിക്കുമല്ലോ. നമ്മളും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും കുറേ ഇല്ലെങ്കിലും കുറച്ച് പിള്ളേരൊക്കെ തന്നെയല്ലേ. ഞാൻ +2 കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഡിഗ്രി ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചതാണ്. അത് ഞാൻ ഡിഗ്രി തന്നെയല്ലേ എടുത്തത്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വെറുതെ തരില്ലല്ലോ പേപ്പർ. നമുക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതി എക്സാം പാസ്സായി ഇട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് എഴുതിയെടുത്ത വെറുതെ പേപ്പറൊന്നുമല്ല നമ്മൾ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടാലി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ ഷോപ്പുകളിലും എൻ്റെ നാട്ടിലെ അക്ഷയ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ കണ്ട പരിചയം ഉള്ളവരുണ്ടാവും. അപ്പം എന്നറിയില്ല റൈസ എന്നറിയാം. ഒട്ടുമിക്ക നാട്ടിലുള്ള കുറേ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ തന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം. സ്കൂളിലൊക്കെ നല്ല അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പോൾ സാഹചര്യം കൊണ്ട് ഞാൻ നിങ്ങൾ ഒതുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് കുറേ ആക്റ്റീവൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് പൊതുസമൂഹത്തിലിറങ്ങി മറ്റുള്ളവരെ സഹായിക്കാനും പിന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും വിഷമം അങ്ങനെയൊക്കെ തോന്നണ ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് എനിക്ക്. നമുക്കൊരു സെൽഫ് പ്രൗഡിൽ നമ്മൾ പറയുമല്ലോ. പക്ഷെ നമുക്ക് കുറേ ചിലവ് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒതുങ്ങി കഴിഞ്ഞ് ജീവിച്ചു പോകണം. നമ്മളെ കാര്യം മാത്രം നോക്കി ജീവിച്ചു പോകണം. അങ്ങനെ ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ അങ്ങോട്ട് സക്സസ് ആക്കണം എന്നല്ല. പക്ഷേ എനിക്കെൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കൊന്ന് മോണിറ്റൈസ്ഡ് ആയി കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. എന്നേക്കാൾ ആഗ്രഹം ഉണ്ടാവും എൻ്റെ ഉമ്മക്ക്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് ഒന്നും ആയില്ലല്ലോ എന്നുള്ളത് എൻ്റെ ഉമ്മ ഇപ്പോഴും പറയും. നീ എന്തിനാണ് കണ്ണി കണ്ട റീൽസ് ഒന്നും ഉണ്ടാക്കിയിട്ടല്ലേ നീ അവിടെ അബുദാബിയിൽ ഇവിടെ ലൈനിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ വീഡിയോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒക്കെ ഇട്ട്. പക്ഷെ നമുക്കറിയില്ല ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളത്. പ്രവാസി എന്ന് പോലും പറയാൻ പാടില്ല. പ്രവാസി എന്ന് പറഞ്ഞിട്ട് ഒന്നിട്ടുണ്ട് പ്രവാസി എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് തന്നെ ചീത്തറിയും. പ്രവാസി തന്നെയല്ലേടോ. ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഹൗസ് വൈഫായിട്ട് വന്ന് നിൽക്കണതോ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ട് വന്ന് നിൽക്കണതൊന്നല്ല. ചെറിയ ശമ്പളത്തിൽ നല്ലൊരു കമ്പനിയിൽ അൽഹംദുലില്ലാഹ് ബാച്ചിലർ ലൈഫിൽ ജീവിക്കുന്നുണ്ട് ഞാൻ. അപ്പം അവർക്ക് ഒരു പേരാണ് അത് പ്രവാസി എന്നുള്ളത്. ഞാനൊരു പ്രവാസി തന്നെ ഉണ്ടോ. ഞാൻ ഗൾഫിൽ എന്ന് പറയാനുള്ള ഇതൊന്നും ഒന്നിനും പ്രൗഡൊന്നും ആയിട്ടില്ല. അങ്ങനെ പറഞ്ഞു വന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റോറിയാണ്. അപ്പം വീട് നാടൊക്കെ പറഞ്ഞില്ലേ, തൃശ്ശൂർക്കാരിയാണ്. പിന്നെ അബുദാബി ലൈനിലാണ് ജോലിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ മക്കൾക്ക് ഒരാൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു 14 വയസ്സ്, ഒരാൾ 6ാം ക്ലാസ്സിൽ 11 വയസ്സ്. പിന്നെ അങ്ങനെയൊക്കെ സുഖമായിട്ട് പോണ്. നാട്ടിലെല്ലാവർക്കും സുഖമാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പം എൻ്റെ വീഡിയോ കണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ സമയമൊന്നും ഉണ്ടാവണമെന്നില്ല വീഡിയോ കാണാനും. അത് കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ.
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എനിക്ക് പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വരും ഇൻഷാ അല്ലാ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.